നാടിൻ്റെ ഹൃദയം അപ്പാടെ കവർന്നുകൊണ്ട് 102 വയസ്സുള്ള ഒരു മനുഷ്യൻ കേരളത്തിൻ്റെ രാജകീയ വീതിയിലൂടെ ജന്മനാടായ ആലപ്പുഴയിലേക്ക് മടങ്ങുകയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തെ VS തൻ്റെ ജീവിതം കൊണ്ടാണ് അടയാളപ്പെടുത്തിയത്. ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്കും കർഷക തൊഴിലാളിക്കും സാധാരണപ്പെട്ട മനുഷ്യനും സ്ത്രീകൾക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച മഹാനായ വിപ്ലവകാരി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ പദവികളിലേക്ക് വളരെ സാധാരണപ്പെട്ട ജീവിതത്തിൽ നിന്ന് നടന്നു കയറിയ ദീക്ഷണാശാലി വിപ്ലവകാരി. ഒരു നാട് ഹൃദയം കൊണ്ടാണ് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നത്. തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയാണ്. വൈകിട്ട് 2:30 തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്ക് എടുത്തതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കോരാണി, ആറ്റിങ്ങലിനടുത്ത് കോരാണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് 6.5 മണിക്കൂർ കഴിയുമ്പോഴും 15-30 കിലോമീറ്റർ പിന്നിടുമ്പോൾ ഇത്രയും സമയം ഇതെല്ലാം ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വഴി നീളെ കാത്തു നിൽക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും അവിടെ നിർത്തി അവർക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരം നൽകുന്നു. വഴിയോരത്തെല്ലാം സ്ത്രീകളുടെ മഹാപ്രവാഹമാണ് കാണാൻ കഴിയുന്നത്. ഈ രാത്രി എത്രയോ നേരം കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഹൃദയത്തിലേക്ക്, ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്ന് കയറിയത് എന്ന് നാം ഓരോരുത്തരും, ഓരോ വിദ്യാർത്ഥിയും, ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥിയും പഠിക്കേണ്ടുന്ന ഒരു ജീവിതമാണ് VS അച്യുതാനന്ദൻ എന്ന വ്യക്തിത്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ഉഗ്രനായ ഒരു നേതാവിന് രൂപം കൊടുത്തു എന്നുള്ളതും VSലൂടെ ഈ നാട്ടിലെ ഓരോ മനുഷ്യനും അറിയേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേട്ടാൽ തല്ലി ഒതുക്കിയിരുന്ന ജന്മിമാരുടെ ഗുണ്ടകൾ കുറുപടിയുമായി ഓടിക്കൂടിയിരുന്ന ഒരു കാലത്ത് നെഞ്ചു വിരിച്ചു നിന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം, ആർജവം കാണിച്ച വിപ്ലവകാരിയാണ് ഇന്ന് ജന്മനാട്ടിലേക്ക് നിശ്ചേതനായി മടങ്ങുന്നത്. ആ ജീവിതം ഈ നാടിന് സമ്മാനിച്ചത് വലിയ മാറ്റങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ ഈ നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അതിനെല്ലാം ഏതെങ്കിലും തലത്തിൽ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ വിപ്ലവകാരിയാണ് VS അച്യുതാനന്ദൻ. തൻ്റെ 101ാമത്തെ വയസ്സിൽ ഈ നാടിനോട് വിട പറഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം ബാക്കി വെക്കുന്നത് ഐതിഹാസികമായ സമര ചരിത്രമാണ്. അനീതിക്ക് മുന്നിൽ മുട്ടുകുത്താത്ത, തല മടക്കാത്ത, നടു വളയ്ക്കാത്ത ആ ഒരു വ്യക്തിത്വം, ആ ഒരു പോരാട്ടത്തിൻ്റെ ഐതിഹാസികമായ സമര ചരിത്രം ഈ യാത്രയിൽ ഉടനീളം നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട മനുഷ്യർ VS എന്ന വിപ്ലവകാരിയുടെ, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ, പരിസ്ഥിതി സ്നേഹിയുടെ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ അനുസ്മരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ട് ഇങ്ങോട്ട് എത്രയോ അനുഭവക്കുറിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കാണാനായി. ഈ സമൂഹത്തിൽ ഈ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ തൻ്റെ ജീവിത കാലയളവിൽ VSന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഔന്നിത്യം എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ഇപ്പോൾ സുജു ടി ബാബു ചേരുകയാണ്. സുജു, നമ്മൾ കാണുകയാണ് ഹൃദയം കൊണ്ട് മനുഷ്യർ VS എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ എത്രമാത്രം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത്. തൻ്റെ 17ാമത്തെ വയസ്സിൽ ആസ്പിൻവാൾ കമ്പനിയിലെ തൊഴിലാളിയായി, ഒരു കയർ തൊഴിലാളിയായി നിന്നിരുന്ന VSനെ P കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തിലെ സ്പാർക്ക് കണ്ടറിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. 17ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം നൽകി. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാനായി VSനെ ആ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. അടിമ ജീവിതം നയിച്ചിരുന്ന, ബണ്ടിന് ബലം കൂട്ടാൻ കരിനിലത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിരുന്ന അടിയാളൻ്റെ, തൊഴിലാളിയുടെ ജീവിതത്തിന് മാറ്റം വരുത്താനാണ് VS അവിടേക്ക് പോയത്. അവിടെ അദ്ദേഹം നടത്തിയ ഉജ്ജ്വലമായ സംഘാടന മികവ് കൊണ്ട് പിന്നീട് കുട്ടനാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നും കുട്ടനാട് ഇടതുപക്ഷത്തിൻ്റെ, CPIMൻ്റെ ഉജ്ജ്വലമായ പോരാട്ട ചരിത്രം പേറുന്ന ഒരു നാടായി നിലനിൽക്കുകയാണ്. സുജു, ഈ നാടിൻ്റെ ഹൃദയത്തുടുപ്പ് എങ്ങനെയാണ്? VSനെ കാണാനായി ആയിരങ്ങളാണ് കാത്തു നിൽക്കുന്നത്.
ഷമി, ഞാനിപ്പോൾ മൂന്നുമുക്കിലാണ്. മൂന്നുമുക്കിൽ ഈ ജനസാഗരം തന്നെ സാക്ഷിയാണ്. VS എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നോ ഈ ജനതയ്ക്ക്. ഷമി സൂചിപ്പിച്ചതുപോലെ 17-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വത്തിലേക്ക് വന്ന VS പിന്നീട് കേരളത്തിൻ്റെ അമരത്തിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറിയ ചരിത്രമാണുള്ളത്. ആ ചരിത്ര പുരുഷനെ കാണുവാൻ വേണ്ടി, യുഗപുരുഷനെ കാണാൻ വേണ്ടി മൂന്നുമുക്കിലും ധാരാളം ആളുകളാണ് കാത്തു നിൽക്കുന്നത്. പല ആളുകളും മണിക്കൂറുകളായി അവർ കാത്തു നിൽപ്പ് തുടർന്നത്. പക്ഷേ VSനെ ഒരു നോക്ക് കാണാതെ തിരികെ പോകില്ല എന്ന വാശിയോടെ നിൽക്കുന്ന ആളുകളാണ്, ആ സ്നേഹത്തോടെ നിൽക്കുന്ന ആളുകളാണ് കാണാൻ സാധിക്കുന്നത്. VS എന്ന ജനനായകനെ കാത്തു നിൽക്കുകയാണ്. 2 മണി മുതൽ എപ്പോഴും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഞങ്ങളിവിടെ വരുമ്പോൾ 5:45 ഇവിടെ എത്തി. കാത്തിരിക്കാൻ VSനോട് എന്താണ് ഇത്ര സ്നേഹത്തിന്? ഹൃദയത്തിൽ ആ ഒരു മനുഷ്യൻ നമുക്ക് വാനോളമുണ്ട്. കാണണം എന്നുള്ളൊരൊറ്റ വാശിയിലാണ് അവിടെ വന്നേക്കുന്നത്. ഇഷ്ടമാണോ അപ്പൂപ്പിനെ അത്രമോളം ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ കണ്ടു. VSനായി കാത്തു നിൽക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഇത്രയും നേരം കാത്തു നിൽക്കുന്നത്? രണ്ടാമത്തെ തവണ വരണത് 2 മണിക്ക് വരുമെന്ന് പറഞ്ഞ് കണ്ടില്ല. പിന്നെ ഇപ്പം വന്ന് നമ്മളെ മാമനെ കാണണം. കാത്തു നിൽക്കുകയാണ് മാമനെ കാണാൻ. ആളുകൾ നമുക്ക് വഴിയോരങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. കാണാൻ നമ്മളെ കാത്തു നിൽക്കണം പറഞ്ഞാൽ ഈ മഴയായാലും വെള്ളമായാലും നമ്മൾ കാത്തു നിൽക്കുകയാണ്. വന്നിട്ട് പോവുള്ളൂ. അത്രയ്ക്ക് നമുക്ക് ആത്മാർത്ഥമുള്ള ഒരു ഇതാണ്. ആത്മാർത്ഥമാണ്. മഴയൊന്നും തടസ്സമല്ല, ഒരു ഇതിലുമില്ല. ആദ്യമാണെങ്കിൽ ഇനി ആരും വരെയില്ല. കാത്തു നിൽക്കുന്ന ജനതയാണ്. മഴയൊന്നും അവർക്ക് തടസ്സമല്ല. അല്പസമയം മുമ്പ് മഴ പെയ്തിരുന്നു, അതൊന്നും അവർക്ക് തടസ്സമല്ല എന്നാണ് പറയുന്നത്. VS എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ജനനേതാവാണ്. ഒരു നൂറ്റാണ്ട് കാലം കേരളത്തിൻ്റെ പാപ്പൃത്തം മുതൽ കേരളത്തിൻ്റെ വളർച്ച വരെ കണ്ട ഒരു നേതാവാണ്. പാവപ്പെട്ടവർക്കും അവശർക്കും വേണ്ടിയിട്ട് പുള്ളിയുടെ ജീവിതം മൊത്തം ഒഴിച്ചു വെച്ച ഒരു നേതാവാണ്. ഇതുപോലൊരു നേതാവ് ഇനി കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് സംശയമാണ്. അതാണ് ഷമി. VS നമ്മൾ ആ കുട്ടിയിലേക്ക് പോയാൽ VSനെ കണ്ടേ വീട്ടിൽ പോകുന്ന വാശി പിടിച്ച് 2 മണി മുതൽ നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് എൻ്റെ അരികിലുള്ളത്. ആഗ്രഹത്താൽ നിൽക്കുന്ന ആ തൊട്ടപ്പുറത്ത് ആ കുട്ടിയുടെ അമ്മയും ബന്ധുവും വയോധികനായ നിൽക്കുന്ന ആളുകളെ കാണാം. ഇതാണ് VS. ഇതാണ് ജനഹൃദയങ്ങളിൽ VS ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം ഷമി. അത് തന്നെയാണ് സുജു. ഈ നാടിൻ്റെ മനസ്സിൽ VS എന്ന വ്യക്തിത്വം എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ 2 ദിവസമായി കാണുന്ന ഒരു കാഴ്ച. എവിടുന്നൊക്കെയോ മനുഷ്യർ ഇങ്ങനെ എത്തിച്ചേരുകയാണ്. അത് പെട്ടെന്ന് ഒരു ആൾക്കൂട്ടമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഉന്നതമായ പദവികളിലൊക്കെ ഇരുന്ന് അദ്ദേഹം ഈ നാടിന് നൽകിയ ഒരു നേതൃത്വമുണ്ട്. അത് ജനഹൃദയങ്ങളിലായാണ് അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പിച്ചത്. നമുക്കറിയാം, 17-ാമത്തെ വയസ്സിൽ ആസ്പിൻവാൾ കമ്പനിയിലെ തൊഴിലാളിയിൽ നിന്ന് അദ്ദേഹത്തെ കുട്ടനാട്ടിലേക്ക് P. കൃഷ്ണപിള്ള പറഞ്ഞയക്കുമ്പോൾ കൃഷ്ണപിള്ളയ്ക്ക് അറിയാമായിരുന്നു അത്യുജ്വലനായ ഒരു സംഘാടകനെയാണ്, ഒരു നേതാവിനെയാണ് താൻ കണ്ടെത്തിയത് എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. 4-ാമത്തെ വയസ്സിൽ അച്ഛനെയും 4-ാമത്തെ വയസ്സിൽ അമ്മയെയും 11-ാമത്തെ വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു കുട്ടിക്ക് എത്രമാത്രം അതിജീവിക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെയൊക്കെ ചുറ്റും കാണുന്ന ജീവിതങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ VS എന്ന പോരാളി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. 11-ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ സംരക്ഷണവും കൂടി നഷ്ടപ്പെട്ടിട്ടും ആ മനുഷ്യൻ, ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കുകയാണ്. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അടിച്ചമർത്തപ്പെട്ടവനും സാധാരണപ്പെട്ടവനും കർഷക തൊഴിലാളിക്കും വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെക്കാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം പൂമത്തയിലൂടെ ഉള്ള യാത്രയായിരുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേട്ടാൽ ഓടിച്ചിട്ടടിക്കുന്ന കാലത്ത്, ജന്മിമാരുടെ ഗുണ്ടകൾ ചാടി വീഴുന്ന കാലത്ത് അതിനെ നെഞ്ചു വിരിച്ചു നിന്ന് നേരിട്ടാണ് VS ഈ നാട്ടിലെ കർഷക പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും വളർത്തിയെടുത്തത്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ധിക്കാരവും ആ ഒരു ധാർഷ്ട്യവും ആ ഒരു തലയെടുപ്പും ആ ഒരു നെഞ്ചുവിരിപ്പുമെല്ലാം. അത് ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യൻ, ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ കരുത്താണ്. അവിടെ VSനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള ഓരോരോ
ചർച്ചകൾ പല കാലങ്ങളിൽ ഉയർന്നു വരുമ്പോഴും ഈ പ്രസ്ഥാനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നടുനായകനായി നിൽക്കുന്ന ആ വി എസ് ഈ നാട്ടിലെ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലേക്ക് കടന്നു നിന്നു. ഇത്രയും നേരം വി എസിനെ കാത്ത ആൾക്കാർ നിൽക്കണമെങ്കിൽ വി എസും ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയവും തമ്മിലുള്ള അകലം വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അത്രമാത്രം അവർ ഈ മനുഷ്യനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു എന്നുള്ളതാണ്